സരസ്വതീ നമസ്തുഭ്യം വരദേ കാമരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. എല്ലാവർക്കും നമസ്കാരം. അയോധ്യാകാന്ഡം രാമാഭിഷേക വിഘ്നം മുതൽ ലക്ഷ്മണോപദേശം വരെയുള്ള ഭാഗത്തിൻ്റെ സാരം. സത്യസന്ധനായ ദശരഥ മഹാരാജാവ് രാമനെ അഭിഷേകം ചെയ്യും. കേകയപുത്രിക്ക് വശംവദനാണ് രാജാവ് എന്നതുകൊണ്ട് എനിക്ക് ആശങ്കയുണ്ട്. ദശരഥ മഹാരാജാവ് കാമുകനാണ്. കാമിനിയായ കൈകേയിയുടെ മനസ്സിൽ എന്താണാവോ? ദുർഗതിനാശിനി ഭഗവതി നല്ലത് വരുത്തണേ എന്നിങ്ങനെ കൗസല്യാദേവി ദുഃഖിച്ചിരിക്കുന്ന നേരത്ത് ദേവന്മാരെല്ലാം ചേർന്ന് സരസ്വതി ദേവിയോട് യാചിച്ചു. ലോകമാതാവേ, വേഗം അയോധ്യയിലേക്ക് പുറപ്പെട്ടാലും രാമാഭിഷേകത്തിന് തടസ്സമുണ്ടാക്കാൻ മറ്റാർക്കും കഴിയുകയില്ല. അവിടെ ചെന്ന് മന്ദരയുടെ നാവിൽ പ്രവേശിച്ച് അവളെക്കൊണ്ട് കൈകേയിയോട് പറയിച്ച് രാമാഭിഷേകം മുടക്കി ഇങ്ങോട്ട് മടങ്ങണം. ഇങ്ങനെ ദേവന്മാർ അപേക്ഷിച്ചതനുസരിച്ച് വാണീദേവി ദേവകാര്യാർത്ഥം മന്ദരയുടെ മുഖത്ത് പ്രവേശിച്ചു. അപ്പോൾ 3 വളവുകളുള്ള മന്ദര ഉറച്ച മനസ്സോടെ കൈകേയിയുടെ അടുത്ത് വന്നു. തിരക്കിട്ട് വന്ന മന്ദരയെ കണ്ട് എന്തിനാണ് രാജ്യം മുഴുവൻ ഇങ്ങനെ അലങ്കരിച്ചിരിക്കുന്നത് എന്ന് കൈകേയി അവളോട് ചോദിച്ചു. ചന്താമരാക്ഷനായ രാമന് നാളെ അഭിഷേകമാണ്. മൂടയായി നീ ഒന്നും അറിയാതെ ഉറങ്ങിക്കൊള്ളൂ. വലിയ ആപത്ത് അടുത്തെത്തിയിരിക്കുന്നു. നിനക്ക് ബന്ധുവായി ആരുമില്ല. മന്ദര ഇപ്രകാരം പറഞ്ഞത് കേട്ട് കൈകേയി വേഗം എഴുന്നേറ്റ് തൻ്റെ സുന്ദരമായ സ്വർണ്ണ പാദസരമെടുത്ത് സന്തോഷത്തോടെ മന്ദരയ്ക്ക് നൽകി. സന്തോഷിക്കേണ്ട സമയത്ത് ദുഃഖമുണ്ടാവാൻ പോകുന്നുവെന്ന് നീ എന്തുകൊണ്ടാണ് പറഞ്ഞത്? അതിനൊരു കാരണവും ഞാൻ കാണുന്നില്ല. എനിക്ക് രാമനോളം പ്രിയമുള്ളവരായി വേറെ ആരുമില്ല. ഭരതനേക്കാൾ ഞാൻ സ്നേഹിക്കുന്നത് രാമനെയാണ്. രാമനും കൗസല്യേക്കാളും സ്നേഹിക്കുന്നത് എന്നെയാണ്. ഇത്രയും ഭക്തിയും വിശ്വാസവും സ്നേഹവും രാമന് മറ്റാരോടുമില്ല എന്ന് നീ മനസ്സിലാക്കിയാലും നല്ല വസ്തുക്കൾ എനിക്ക് തന്നിട്ടേ അവൻ മറ്റാർക്കും കൊടുക്കൂ. എനിക്കിഷ്ടമില്ലാത്ത ഒരു വാക്കുപോലും അവൻ ഉച്ചരിക്കില്ല. ഒട്ടും ഭേദചിന്തയുമില്ല. മടികൂടാതെ സന്തോഷത്തോടെ എന്നെ ശുശ്രൂഷിക്കുന്നുമുണ്ട്. മൂടെ, നിനക്ക് രാമനോട് പേടി തോന്നാൻ എന്താണ് കാരണം? മനസ്സിൽ പകയില്ലാത്തവനും ദയയുള്ളവനും ശാന്തനുമായ എൻ്റെ മകൻ എല്ലാവർക്കും പ്രിയങ്കരനാണല്ലോ. കേകയപുത്രിയുടെ വാക്കുകൾ കേട്ട് ആകുല ചിത്തയായി മന്ദര വീണ്ടും പറഞ്ഞു. എൻ്റെ ഭയത്തിൻ്റെ കാരണം നീ കേട്ടാലും. മഹാരാജാവ് നിന്നെ വഞ്ചിച്ചിരിക്കുന്നു. നിന്റെ പുത്രനായ ഭരതനെയും അവൻ്റെ പ്രിയനായ ശത്രുഘ്നെയും രാജാവ് അമ്മാവിൻ്റെ അടുത്ത് അയച്ചത് ഇത് മനസ്സിൽ കണ്ടുകൊണ്ടാണ്. രാമനെ രാജാവാക്കിയാൽ രാജ്യം അനുഭവിക്കാൻ കിട്ടുന്നത് ലക്ഷ്മണനാണ്. ഭാഗ്യം സുമിത്രയെ കടാക്ഷിക്കുമ്പോൾ നിർഭാഗ്യയായി നീ കൗസല്യയെ പരിചരിക്കേണ്ടി വരും. ഭരതനും കൗസല്യാപുത്രനെ തന്നെ സേവിക്കേണ്ടി വരും. രാജപദവി ഭരതന് ഒരിക്കലും ലഭിക്കുകയില്ല. മാത്രമല്ല, നിങ്ങളെ നാട്ടിൽ നിന്ന് ഓടിക്കുകയോ കൊല്ലുകയോ ചെയ്തേക്കാം. ഭർത്താവിൻ്റെ മറ്റു ഭാര്യമാരുടെ മുമ്പിൽ തോറ്റ് ഭൂമിയിൽ ജീവിക്കുന്നതിനേക്കാൾ മരണം തന്നെയാണ് നല്ലത്. നിനക്ക് നന്മ വരാനുള്ള കാര്യം ഞാൻ പറയാം. നീ ഉത്സാഹിച്ചാൽ നിന്റെ മകനെ യുവരാജാവായി രാജാവ് വാഴിക്കും. രാമനെ രാജ്യശാസനമനുസരിച്ച് 14 വർഷം കാട്ടിലയക്കുകയും ചെയ്യാം. നാടു മുഴുവൻ ഭരതൻ്റെ വരുതിയിൽ വരും. വർദ്ധിച്ച കീർത്തിയോടെ നിനക്ക് ഏറെക്കാലം കഴിയാം. പ്രാണന് തുല്യം ഞാൻ സ്നേഹിക്കുന്നവളെ, വേണമെങ്കിൽ ഇതിൻ്റെ സൂത്രം ഞാൻ പറഞ്ഞു തരാം. പണ്ട് ദേവാസുര യുദ്ധത്തിൽ സുഹൃത്തായ ഇന്ദ്രൻ്റെ നിർദ്ദേശപ്രകാരം രാജാവ് സൈന്യസമേതനായി നിന്നോടൊപ്പം ചെന്ന് അസുരന്മാരോട് ഏറ്റുമുട്ടി. യുദ്ധത്തിനിടയിൽ തേരിൻ്റെ അച്ചുതണ്ടിൽ ആണി പൊട്ടിപ്പോയത് രാജാവ് അറിഞ്ഞില്ല. പതിയുടെ പ്രാണൻ രക്ഷിക്കാൻ വേണ്ടി നീ ധൈര്യസമേതം സ്വന്തം കൈത്തണ്ട സ്ഥാനത്ത് വെച്ച് യുദ്ധം കഴിയുന്നവരെ നിന്നു. യുദ്ധം അവസാനിച്ച സമയം നിന്റെ പ്രവൃത്തി കണ്ട് സന്തുഷ്ടനായ ദശരഥൻ നിന്നെ ആശ്ലേഷിച്ചു കൊണ്ട് പറഞ്ഞു, എന്നെ നീ രക്ഷിച്ചതിന് ഞാൻ നിനക്ക് 2 വരം തരാം, ചോദിച്ചുകൊള്ളൂ. പതിയുടെ വാക്ക് കേട്ട് സന്തുഷ്ടയായി നീ പറഞ്ഞു, തന്ന വരം 2ഉം അങ്ങയിൽ തന്നെ വെച്ചിരിക്കുന്നു. ആവശ്യം വരുമ്പോൾ ഞാൻ അപേക്ഷിച്ചാൽ കുറവില്ലാതെ തിരികെ തരണം. ആ വരങ്ങൾ 2ഉം ഇപ്പോൾ ചോദിക്കണം. ഞാനും ഇത് മറന്നിരിക്കുകയായിരുന്നു. ഈശ്വരാജ്ഞ കൊണ്ട് ഇപ്പോൾ തോന്നി. ആഭരണങ്ങൾ ഉപേക്ഷിച്ച് സുന്ദരമായ മുടിക്കെട്ടഴിച്ച് ശരീരത്തിൽ പൊടിയണിഞ്ഞ് മുഷിഞ്ഞ വസ്ത്രത്താലെ മുഖവും മുലകളും കണ്ണീരിൽ കുതിർത്ത് കരഞ്ഞുകൊണ്ട് നീ കോപഗ്രഹത്തിൽ പ്രവേശിച്ചാലും രാജാവിനോട് 2 വരങ്ങളും ആവശ്യപ്പെടുക. വരം കിട്ടുന്നതുവരെ മനസ്സ് ചഞ്ചലമാവരുത്. മന്ദര പറഞ്ഞതെല്ലാം തനിക്ക് നല്ലതിനാണ് എന്ന് കരുതി അല്പം പോലും വ്യത്യാസം കൂടാതെ കൈകേയി കോപഗ്രഹത്തിൽ പ്രവേശിച്ചു. കൈകേയി മന്ദരയോട് പറഞ്ഞു, രാമൻ കാട്ടിൽ പോകുന്നത് വരെ ഞാൻ ഈ കിടപ്പ് കിടക്കും.
അല്ലെങ്കിൽ എൻ്റെ പ്രാണൻ നശിപ്പിക്കും തീർച്ച. രാജാവായി ഭരതനെ രാജാവ് അഭിഷേകം ചെയ്താൽ രാജാവായി ഭരതനെ രാജാവ് അഭിഷേകം ചെയ്താൽ നിനക്ക് ഞാൻ 100 ദേശങ്ങൾ സമ്മാനിക്കും. അതിന് സംശയമില്ല. ഇതിന് മാറ്റമൊന്നും സംഭവിച്ചില്ലെങ്കിൽ നീ വിചാരിച്ച പോലെ കാര്യങ്ങൾ നടക്കും എന്ന് പറഞ്ഞ് മന്ദര യാത്രയായി. മന്ദര പറഞ്ഞ പ്രകാരം തന്നെ കൈകേയി പ്രവർത്തിച്ചു. ധീരനും ദയാനിതനും ഗുണയുക്തനും ആചാരയുക്തനും നീതിജ്ഞനും ഗുരുവിനെ അനുസരിക്കുന്നവനും സുശീലനും ശുദ്ധനും വിദ്യാനിരതനും ആണ് എങ്കിലും ഒരുവൻ ദുർജന സംസർഗം കൊണ്ട് കാലാന്തരത്തിൽ നിന്ദ്യനായിത്തീരും. അതുകൊണ്ട് സജ്ജനം ദുഷ്ടസംസർഗത്തെ ദൂരെ വർജിക്കണം. അഴുക്കു പുരണ്ടാൽ സ്വർണവും പ്രഭയില്ലാതായി തീരുമല്ലോ. ദശരഥ മഹാരാജാവ് രാമപട്ടാഭിഷേകത്തിന് വേണ്ട കാര്യങ്ങളൊക്കെ മന്ത്രിമാരെ ഏൽപ്പിച്ച് അന്തപുരത്തിൽ എഴുന്നള്ളി. തൻ്റെ പ്രിയപ്പെട്ടവളായ കൈകേയിയെ അവിടെ കാണാതെ വിഷമിച്ച് ഇപ്രകാരം ചിന്തിച്ചു. ഞാൻ അന്തപുരത്തിൽ ചെല്ലുമ്പോൾ സുസ്മേരവദനയായി അടുത്തു വരാറുള്ള കൈകേയി ഇന്ന് എവിടെ പോയി? അവളെ കാണാത്തതിനാൽ എൻ്റെ ഉത്സാഹം കെട്ടുപോകുന്നു. ദാസിമാരെ, ചെല്ലു, കല്യാണഗാത്രിയായ നിങ്ങളുടെ സ്വാമിനി ഇന്ന് എവിടെ പോയി? ഇപ്രകാരം രാജാവ് ചോദിച്ചപ്പോൾ കൈകേയിയുടെ തോഴിമാർ പറഞ്ഞു, മഹാറാണി കോപഗ്രഹത്തിലാണ്. കാരണം ഞങ്ങൾക്കറിയില്ല. അങ്ങ് തന്നെ ആ മനസ്സറിഞ്ഞാലും. ഇത് കേട്ട് പേടിച്ച് രാജാവ് കൈകേയിയുടെ സമീപത്തിരുന്ന് മന്ദമന്ദം തലോടിക്കൊണ്ട് പറഞ്ഞു, പ്രിയേ സുന്ദരി, പറയൂ, നീ പൊടിയണിഞ്ഞ് വെറും നിലത്ത് കിടക്കുന്നത് എന്തിനാണ്? നിന്റെ ദുഃഖം എന്തായാലും എന്നോട് പറഞ്ഞാലും എൻ്റെ പ്രജകൾ ആരും നിന്നോട് അപ്രിയം കാണിക്കില്ല. പുരുഷനോ സ്ത്രീയോ ആരാണ് നിനക്ക് അപ്രിയമുണ്ടാക്കിയത്? ശിക്ഷിക്കണമെങ്കിലും വധിക്കണമെങ്കിലും എനിക്കതിൽ മടിയില്ല. ദരിദ്രനായ ഒരാളെയാണ് നിനക്ക് ഇഷ്ടമെങ്കിൽ ഞാൻ അവനെ ധനവാനാക്കാം. ധനവാൻ നിനക്ക് അനിഷ്ടനാണെങ്കിൽ അവനെ നിർധനനാക്കാം. അവധ്യനെ വധ്യനും വധ്യനെ അവധ്യനും ആക്കാം. നിനക്ക് അധീനമാണ് എൻ്റെ ജീവൻ. എൻ്റെ പ്രാണനേക്കാൾ പ്രിയങ്കരനായ പുത്രൻ രാമനെ സാക്ഷി നിർത്തി പറയുന്നു, നിന്റെ ഇഷ്ടം സാധിച്ചു തരാം, ദുഃഖിക്കാതിരുന്നാലും. ദശരഥൻ്റെ വാക്കുകൾ കേട്ട് കണ്ണീര് തുറച്ച് എഴുന്നേറ്റ് കൈകേയി രാജാവിനോട് പറഞ്ഞു, സത്യവാനായ അങ്ങ് പറഞ്ഞത് സത്യമാണെങ്കിൽ എൻ്റെ അഭീഷ്ടം ഞാൻ പറയാം. അങ്ങ് സത്യത്തെ പാഴാക്കരുത്. പണ്ട് ദേവാസുര യുദ്ധത്തിൽ ഞാൻ അങ്ങയെ രക്ഷിച്ചു. സന്തുഷ്ടനായ അങ്ങ് എനിക്ക് 2 വരങ്ങൾ തന്നില്ലേ? ആവശ്യം വരുമ്പോൾ തന്നാൽ മതി എന്ന് പറഞ്ഞ് ഞാനത് അങ്ങയെ ഏൽപ്പിച്ചു. അതിപ്പോൾ വാങ്ങാൻ ഉദ്ദേശിക്കുന്നു. അതിലൊന്ന് ഇന്ന് ഭരതനെ ഭവാൻ രാജ്യാഭിഷേകം ചെയ്യണം എന്നതാണ്. രണ്ടാമത്തേത് രാമൻ ഇന്ന് തന്നെ വനത്തിൽ പോകണമെന്നും ക്ഷത്രിയ വീരൻ രാമൻ ജടയും വൽക്കലവും ധരിച്ച് താപസവേഷധാരിയായി 14 സംവത്സരം പല മൂലങ്ങൾ ഭക്ഷിച്ച് കഴിയണം. ഭൂമിയെ രക്ഷിക്കാൻ ഭരതനെ നിയോഗിക്കണം. രാവിലെ രാമൻ വനത്തിലേക്ക് പുറപ്പെടണം. ഈ 2 വരങ്ങളും നൽകിയാൽ ഇന്ന് ഞാൻ മരിക്കുകയില്ല, അല്ലെങ്കിൽ ഞാൻ മരിക്കും. കൈകേയി ഇത്രയും പറഞ്ഞപ്പോഴേക്കും രാജാവ് മോഹാലസ്യപ്പെട്ട് പർവ്വതം വജ്രാഘാതത്താൽ നിലം പൊത്തിയതുപോലെ ഭൂമിയിൽ പതിച്ചു. കുറച്ചു സമയം കഴിഞ്ഞ് കണ്ണീർ വാർത്തുകൊണ്ട് അദ്ദേഹം ചിന്തിച്ചു, ഞാൻ എന്താണ് ദുസ്സഹമായ വാക്കുകൾ കേൾക്കുന്നത്? ദുസ്വപ്നം കാണുകയാണോ? ഹാ ശങ്കര, പരബ്രഹ്മേ, ചിത്തഭ്രമം പിടിപെടുകയാണോ? അതോ മരണസമയം അടുത്തു വരുന്നോ? ഇങ്ങനെ ചിന്തിച്ച് വ്യാക്രിയെപ്പോലെ തൻ്റെ സമീപത്തിരിക്കുന്ന ദുഷ്ടയായ കൈകേയിയെ നോക്കി പേടിച്ച് ദീർഘനിശ്വാസത്തോടെ പറഞ്ഞു, ഭദ്രേ, രാമൻ എന്ത് തെറ്റാണ് നിന്നോട് ചെയ്തത്? എൻ്റെ ജീവൻ അപഹരിക്കാൻ പാകത്തിനുള്ള വാക്കുകൾ എന്തുകൊണ്ട് പറയുന്നു? എന്നെയും കൗസല്യാദേവിയെയും രാമചന്ദ്രൻ ഒരുപോലെ കാണുന്നു എന്നല്ലേ നീ പറയാറുള്ളത്? നിന്റെ പുത്രന് ഞാൻ രാജ്യം തരാം. രാമൻ കാട്ടിൽ പോകണമെന്നുണ്ടോ? ഭരതൻ രാജ്യം ഭരിച്ചാലും രാമനിൽ നിന്ന് അവന് ഒരു ദ്രോഹവും ഉണ്ടാവില്ല എന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ട് ദശരഥൻ കൈകേയിയുടെ കാൽക്കൽ വീണു. കണ്ണു ചോപ്പിച്ച് കൈകേയി രാജാവിനോട് പറഞ്ഞു, അങ്ങ് അർത്ഥമില്ലാത്ത വാക്യങ്ങൾ പറഞ്ഞ് ഭ്രാന്തനാവുകയാണോ? അസത്യം പറയുന്നവർക്കുള്ള സ്ഥാനം ഘോര നരകമാണ്. രാവിലെ രാമൻ വനത്തിന് പോയില്ലെങ്കിൽ ഞാൻ എൻ്റെ ജീവൻ അവസാനിപ്പിക്കും. ദശരഥ മഹാരാജാവ് സത്യസന്ധനാണ് എന്ന സൽപ്പേര് നിലനിർത്തണം. സന്മാർഗത്തെ വെടിഞ്ഞതുകൊണ്ടുള്ള ദുഃഖം ഉണ്ടാവരുത്. രാമനെക്കുറിച്ച് അങ്ങ് ചെയ്ത ശപഥം വൃഥാവിൽ ആക്കരുത്. കൈകേയിയുടെ നിർബന്ധവും രാമനെ പിരിയേണ്ടി വരുന്നതിൽ ദുഃഖവും ചിന്തിച്ച് ദശരഥൻ വീണ്ടും മോഹാത്സ്യപ്പെട്ടു. ഉണർന്നിരുന്നും കിടന്നും കരഞ്ഞും രാമനാമം ജപിച്ചും രാത്രി 1 വർഷം പോലെ തള്ളി നീക്കി. നേരം പുലർന്നപ്പോൾ വാദ്യഘോഷങ്ങളോടെ പള്ളിക്കുറിപ്പുണർത്താൻ സ്തുതിപാഠകരെത്തി. കൈകേയി അവരെ തടഞ്ഞു. എന്തു ചെയ്യണമെന്നറിയാതെ അവർ വിഷമിച്ചു. അപ്പോഴേക്കും അഭിഷേകത്തിനുള്ള ഒരുക്കങ്ങളുമായി രാജധാനി നിറഞ്ഞു. ബ്രാഹ്മണർ, രാജാക്കന്മാർ, വൈശ്യർ, ശൂദ്രർ, താപസർ, കന്യകമാർ തുടങ്ങിയവരും വെൺകൊറ്റക്കുട, കൊടി, തോരണം, വെഞ്ചാമരം എന്നിവയും രത്നസിംഹാസനം, പുലിത്തോൾ തുടങ്ങിയവയും എല്ലാം വസിഷ്ഠ നിർദ്ദേശപ്രകാരം അവിടെ എത്തി.
ജനങ്ങൾ ഉറങ്ങാതെ ആനന്ദതുന്തിലരായി. സുന്ദരമായ കവിൾത്തടങ്ങളും താമരയിതൾ പോലുള്ള മിഴികളും ചന്ദ്രനെ പോലുള്ള മുഖവും പൂനില പുഞ്ചിരിയും മുല്ലമുട്ടുകൾ പോലുള്ള പല്ലുകളും ബന്ധൂക പുഷ്പ സമാന അധരവും കൗസ്തുഭരത്നവും മാറും ഉദരവും സാന്ധ്യശോഭയോടുകൂടിയ വസ്ത്രവും മീതെ തിളങ്ങുന്ന അരഞ്ഞാണവും ഗജേന്ദ്രന്റെ തുമ്പിക്കൈയിനെ തോൽപ്പിക്കുന്ന തുടകളും മസ്തകം പോലുള്ള കാൽമുട്ടുകളും കാമദേവന്റെ അവനാഴി പോലുള്ള കണങ്കാലും താമരപ്പൂ പോലുള്ള പാദതലങ്ങളും ഇന്ദ്രനീല കാന്തിയുമുള്ള ശ്രീരാമൻ ലക്ഷ്മണനോടൊപ്പം വെൺകൊറ്റക്കുട ചൂടി വരുന്നത് കാണാമല്ലോ എന്ന് വിചാരിച്ച് രാക്ഷസിയെ പോലെയുള്ള രാത്രി കടന്നു പോകാത്തതിൽ ആകുല ചിത്തരായി സൂര്യൻ വരുന്നതും നോക്കി പുരവാസികൾ ആനന്ദത്തിൽ ആറാടി. ഇനി വിച്ഛിന്നാഭിഷേകം. സൂര്യൻ ഉദിച്ചിട്ടും രാജാവ് ഉണരാത്തത് എന്താണ് എന്ന് ചിന്തിച്ച് മന്ത്രി സുമന്ത്രർ അന്തപുരത്തിലെത്തി. രാജ്യവന്ദനം ചെയ്ത് എഴുന്നേറ്റ മന്ത്രി കണ്ണീർ വാർത്ത് നിലത്ത് കിടക്കുന്ന രാജാവിനെ കണ്ട് കൈകേയിയോട് ചോദിച്ചു, ഭൂലോകപാലന് ഭാവം മാറ്റമുണ്ടാകാൻ എന്താണ് കാരണം എന്ന് എന്നോട് പറഞ്ഞാലും. കൈകേയി പറയണു, രാജാവിൻ്റെ മനസ്സ് അസ്വസ്ഥമാണ്. രാത്രിയിൽ ഉറങ്ങിയില്ല. രാമനെ തന്നെ ചിന്തിച്ചിരിക്കുകയായിരുന്നു. രാജാവിൻ്റെ മനസ്സ് അത്യന്തം ആകുലമാണ്. രാമനെ കാണാതെ അദ്ദേഹം ദുഃഖിക്കുന്നു. ഉടൻ തന്നെ രാമനെ വരുത്തിയാലും. സുമന്ത്രർ പറയുന്നു, രാജകുമാരനെ കൊണ്ടുവരാം. രാജാവിൻ്റെ അനുമതിയില്ലാതെ പോകുന്നത് എങ്ങനെ? രാജാവ് ഉടനെ രാമനെ കാണണമെന്ന് ആവശ്യപ്പെട്ടു. പെട്ടെന്ന് സുമന്ത്രൻ രാമനോട് അറിയിച്ചു, അച്ഛൻ വിളിക്കുന്നു, ഉടൻ പുറപ്പെടുക. ഉടൻ രാമൻ ലക്ഷ്മണനോടൊപ്പം തേരിൽ കയറി ദശരഥൻ്റെ അടുത്തെത്തി വടങ്ങി നിന്നു. രാമനെ ആലിംഗനം ചെയ്യാൻ കൈകൾ ഉയർത്തിയ ദശരഥൻ മോഹാലസ്യപ്പെട്ട് വീണുപോയി. രാമൻ അച്ഛനെ തൻ്റെ മടിയിലെടുത്ത് കിടത്തി. സ്ത്രീജനങ്ങൾ കരഞ്ഞു തുടങ്ങി. അത് കേട്ട വസിഷ്ഠനും വേഗത്തിൽ അവിടേക്ക് എത്തി. അച്ഛൻ്റെ ദുഃഖത്തിന് കാരണമെന്തെന്ന് അറിയാവുന്നവർ പറഞ്ഞാലും എന്ന രാമവാക്യത്തിന് മറുപടിയായി നീ തന്നെയാണ് കാരണം എന്ന് കൈകേയി പറഞ്ഞു. ഭൂമിയിൽ സുഖം ദുഃഖത്തിന് കാരണമാണല്ലോ. നീ വിചാരിച്ചാൽ ഈ ദുഃഖത്തിൽ നിന്ന് മോചനം ലഭിക്കും. സത്യസന്ധരിൽ ഒന്നാമനായ അച്ഛൻ്റെ സത്യപരിപാലനത്തിന് പുത്രരിൽ ഒന്നാമനായ നീ സഹായിക്കണം. സന്തുഷ്ടനായ രാജാവ് എനിക്ക് 2 വരങ്ങൾ തന്നിട്ടുണ്ട്. നിനക്ക് സാധിച്ചു തരാൻ കഴിയുന്ന വരങ്ങൾ ഇപ്പോൾ വേണമെന്ന് ഞാൻ ആവശ്യപ്പെട്ടു. നിന്നോട് അത് പറയാൻ മടിച്ചിട്ടാണ് അച്ഛന് ദുഃഖമുണ്ടായത്. സത്യവാശം കൊണ്ട് ബന്ധിതനായ അച്ഛനെ നീ രക്ഷിക്കണം. പും എന്നുപേരായ നരകത്തിൽ നിന്ന് രക്ഷിക്കുന്നവനാണ് പുത്രൻ എന്ന് അറിഞ്ഞാലും. അമ്മയുടെ വാക്കുകൾ കേട്ട് വേദനിച്ച രാമൻ ചോദിച്ചു, അമ്മേ, ഇത്രയൊക്കെ പറയണോ? അച്ഛനു വേണ്ടി ജീവനോ അമ്മയെയോ സീതയെപ്പോലുമോ ഉപേക്ഷിക്കുന്നതിന് എനിക്ക് മടിയില്ല. അച്ഛൻ ആവശ്യപ്പെട്ടാൽ രാജ്യവും ഞാൻ ത്യജിക്കും. ലക്ഷ്മണനെ ഉപേക്ഷിക്കാൻ പറഞ്ഞാലും ഞാൻ ചെയ്യും. തീയിൽ ചാടണോ വിഷം കുടിക്കണോ അതുമാവാം. അച്ഛൻ പറയുന്നത് അനുസരിക്കാൻ എനിക്ക് അശേഷം മടിയില്ല. പറഞ്ഞില്ലെങ്കിലും പിതാവിൻ്റെ ഇംഗിതം അറിഞ്ഞ് സന്തോഷത്തോടെ ചെയ്യുന്ന പുത്രൻ ഉത്തമനും പറഞ്ഞറിഞ്ഞ കാര്യങ്ങൾ ചെയ്യുന്നവൻ മധ്യമനും പറഞ്ഞിട്ടും അനുസരിക്കാത്തവൻ അധമനും ആണ് എന്ന് സജ്ജനങ്ങൾ ചൊല്ലുന്നു. അതുകൊണ്ട് പിതാവിൻ്റെ കൽപ്പന അനുസരിക്കാൻ എനിക്ക് ഒട്ടും വിഷമമില്ല. ഞാൻ സത്യം ചെയ്യുന്നു. ഇതിനൊരു മാറ്റവും ഇല്ല. രാമപ്രതിജ്ഞ കേട്ട കൈകേയി ആദരവോടെ രാമനോട് പറഞ്ഞു, നിന്റെ അഭിഷേകത്തിനായി അച്ഛൻ ഉരുക്കൂട്ടിയ വസ്തുക്കൾ കൊണ്ട് ഭരതൻ്റെ അഭിഷേകം നടത്തണം. രണ്ടാമത്തെ വരമായി വേണ്ടത് ഇതാണ്. 14 വർഷം നീ കാനനത്തിൽ താപസവേഷത്തിൽ കഴിയണം. ഇത് നിന്നോട് പറയാൻ പഠിച്ച് ദുഃഖിക്കുകയാണ് മഹാരാജാവ്. ഇത് കേട്ട് രാമൻ പറഞ്ഞു, അതിനെന്താണ് തടസ്സമുള്ളത്? ഉടൻ ഭരതനെ അഭിഷേകം ചെയ്തുകൊള്ളൂ. ഞാൻ ഉടനെ തന്നെ കാട്ടിൽ പോകാം. ഇക്കാര്യം പറയാൻ അച്ഛൻ എന്തിനു മടിക്കണം? രാജ്യത്തെ രക്ഷിക്കാൻ ഭരതൻ സമർത്ഥനാണ്. ഉപേക്ഷിക്കാൻ ഞാനും തയ്യാറാണ്. രാജ്യഭരണം കഷ്ടമേറിയതത്രേ. എത്രയോ എളുപ്പമാണ് വനവാസം. എൻ്റെ ശരീരരക്ഷ മാത്രം ഞാൻ നോക്കിയാൽ മതി എന്ന് വിധിച്ചത് അമ്മയ്ക്ക് എന്നോടുള്ള സ്നേഹം കൊണ്ടാണല്ലോ. പിതൃതൃപ്തിക്ക് വേണ്ടി ആകാശഗംഗയെ പാതാളത്തിലെത്തിച്ചു ഭഗീരഥൻ. തൻ്റെ യൗവനം അച്ഛന് കൊടുത്ത് വാർദ്ധക്യം തിരിച്ചു വാങ്ങി പൂരു. അങ്ങനെ അവർ ദിവ്യന്മാരായി. ചെറിയൊരു കാര്യത്തെ ഓർത്ത് അച്ഛൻ ഒട്ടും ദുഃഖിക്കേണ്ടതില്ല. രാമൻ്റെ വാക്യം കേട്ട് ദശരഥൻ ദുഃഖത്തോടെ പുത്രനോട് പറഞ്ഞു, വെറുമൊരു പെണ്ണിന് അടിമയായ അധമനായ എന്നെ പിടിച്ചു കെട്ടി നീ രാജ്യം അനുഭവിച്ചുകൊള്ളൂ. അതുകൊണ്ട് നിനക്കൊരു ദോഷവും വരില്ല. അല്ലെങ്കിൽ എനിക്ക് സത്യദോഷവും സംഭവിക്കും. നിന്നെ പിരിഞ്ഞ് ഞാൻ എങ്ങനെ ജീവിക്കും? എന്നെ പിരിഞ്ഞ് നീ എങ്ങനെ വനത്തിൽ പോകും? ഇങ്ങനെ പറഞ്ഞ് നെടുവീർപ്പിട്ട് കരഞ്ഞുകൊണ്ടിരുന്ന ദശരഥനെ രാമൻ സ്വകരങ്ങളുടെ കുളിർമ പകർന്ന ജലം കൊണ്ട് കണ്ണും മുഖവും തുടച്ച് കെട്ടിപ്പിടിച്ച് മൃദുവചനങ്ങളാൽ ആശ്വസിപ്പിച്ചു. അച്ഛൻ എന്തിനാണ് വെറുതെ വിഷമിക്കുന്നത്? ഈ 2 സത്യത്തെ രക്ഷിക്കാൻ ഞങ്ങൾക്ക് കരുത്തുണ്ട്. ഭരതൻ രാജ്യം ഭരിക്കട്ടെ. ഞാൻ കാട്ടിൽ പോകാം.
നാട് ഭരിക്കുന്നതിനേക്കാൾ സുഖമാണ് കാട്ടിൽ വസിക്കുന്നത്. ഒട്ടും വിഷമമില്ലാത്ത പണിയാണ് അമ്മ എനിക്ക് നൽകിയത്. കൗസല്യ മാതാവിനെ വന്ദിച്ച് സീതയോട് യാത്ര പറഞ്ഞു വരാം എന്ന് പറഞ്ഞ് രാമൻ അമ്മയുടെ അടുത്ത് ചെന്നു. രാമൻ്റെ അഭ്യുന്നതിക്ക് വേണ്ടി ഹോമപൂജാദികൾ നടത്തി ദാനധർമ്മവും ചെയ്ത് ഭക്തിയോടെ ഭഗവത് ധ്യാനത്തിൽ മുഴുകിയിരുന്ന കൗസല്യ മകൻ്റെ വരവ് അറിഞ്ഞു തന്നെയില്ല. സുമിത്ര അടുത്ത് എന്ന് പറഞ്ഞു, രാമൻ വന്നത് കണ്ടില്ലേ? അങ്ങോട്ട് നോക്കിയാലും. തന്നെ തൊഴുതു നിൽക്കുന്ന രാമനെ ഗാഠമായി ആശ്ലേഷിച്ച് മടിയിലിരുത്തി തലോടി കൗസല്യ ചോദിച്ചു, നിന്റെ മുഖം വാടിയിരിക്കുന്നല്ലോ, വിശക്കുന്നുണ്ടോ? ഞാൻ ഭക്ഷണം തരാം. തുക്കമടക്കി രാമൻ പറഞ്ഞു, ഇപ്പോൾ ഭക്ഷിക്കാൻ നേരമില്ല, ഉടൻ എനിക്ക് വനവാസത്തിന് പോകണം. പണ്ട് കൈകേയിക്ക് അച്ഛൻ 2 വരങ്ങൾ കൊടുത്തിരുന്നു. ഒന്ന് ഭരതനെ രാജാവായി വാഴിക്കണമെന്നും മറ്റൊന്ന് എന്നെ വനത്തിലേക്ക് അയക്കണമെന്നും. 14 വർഷം കാട്ടിൽ കഴിഞ്ഞിട്ട് ഞാൻ തിരികെ വരാം, അമ്മ സങ്കടപ്പെടാതെ കഴിയണം. കൗസല്യ ശ്രീരാമൻ്റെ വാക്ക് കേട്ട് ബോധം കെട്ട് താഴെ വീണു. പിന്നെ മെല്ലെ എഴുന്നേറ്റിരുന്ന് കരഞ്ഞുകൊണ്ട് പറഞ്ഞു, നീ കാട്ടിൽ പോവുകയാണെങ്കിൽ എന്നെയും കൂടി കൊണ്ടുപോകണം. നിന്നെ പിരിഞ്ഞ് അരനിമിഷം പോലും കഴിയാൻ എനിക്കാവുമോ? നീ ദണ്ഡകാരണ്യത്തിൽ പോയാൽ ഞാൻ പോകുന്നത് കാലപുരിക്കായിരിക്കും. കുട്ടിയെ പിരിഞ്ഞ പശുവിൻ്റെ ദുഃഖം പറഞ്ഞറിയിക്കാൻ കഴിയുമോ? ഭരതന് നാടുവാഴാൻ നീ കാടുവാഴണമെന്നുണ്ടോ? ദശരഥനോടും കൈകേയിയോടും നീ എന്തു തെറ്റാണ് ചെയ്തത്? അച്ഛനും അമ്മയും ഗുരുസ്ഥാനത്ത് തുല്യരല്ലേ? അച്ഛൻ പോകണമെന്ന് പറയുമ്പോൾ അമ്മ പോകരുത് എന്ന് പറയുന്നു. എൻ്റെ വാക്കുകളെ ലംഘിച്ച് അച്ഛൻ്റെ വാക്ക് കേട്ട് നീ വനത്തിൽ പോയാൽ ഞാൻ ജീവനൊടുക്കും. അതിനാലേ മനുഷ്യവംശവും നശിച്ചു പോകും. കൗസല്യയുടെ വാക്കുകൾ കേട്ട ലക്ഷ്മണൻ കോപവും താപവും നിറഞ്ഞ കണ്ണുകൊണ്ട് ലോകം മുഴുവൻ ദഹിപ്പിക്കും വണ്ണം രാമനെ നോക്കി പറഞ്ഞു, മനസ്സിന് വൈകല്യം സംഭവിച്ചവനും സ്ത്രീക്ക് അടിമപ്പെട്ടവനും നാണം കെട്ടവനുമായ വൃദ്ധപിതാവിനെ ബന്ധിച്ച് ശത്രുക്കളെ നശിപ്പിച്ച് ഈ അഭിഷേകം വിഘ്നമില്ലാതെ ഉടൻ ഞാൻ നടത്താം. അമ്മ ഒട്ടും വിഷമിക്കേണ്ട. ജ്യേഷ്ഠൻ്റെ അഭിഷേകം നടത്താനുള്ള ത്രാണി എനിക്കുണ്ട്. തെറ്റായ കാര്യം ചെയ്താൽ ആചാര്യനെയും ശാസിക്കാവുന്നതേ ഉള്ളൂ. ഇങ്ങനെ പറഞ്ഞ് 3 ലോകങ്ങളെയും ദയിപ്പിക്കാൻ പാകത്തിന് രോഷത്തോടെ സൗമിത്രി നിൽക്കുമ്പോൾ സുന്ദരനും ആനന്ദ സ്വരൂപനും ദേവാദികളാൽ വന്ദിക്കപ്പെടുന്നവനും ശിവപ്രിയനുമായ രാമൻ തൂമന്ദഹാസത്തോടെ ചെന്ന് ആലിംഗനം ചെയ്തു. ഇനി ലക്ഷ്മണ സാന്ത്വനം എന്ന ഭാഗമാണ്. അത് നാളെ. എല്ലാവർക്കും നമസ്കാരം. കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദി സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ഹരി ഓം തത്സത്.